എ ഐയും റോബോട്ടിക്സും തമ്മിൽ കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? സത്യത്തിൽ ഏതൊരു കോമൺ ഒരാൾക്കും, അതായത് ഒരു ചെറിയ കുട്ടിക്കും ഈ കാലത്ത് മനസ്സിലാവും എ ഐ റോബോട്ടും തമ്മിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സെൽഫ് റിയലൈസേഷൻ ഉള്ള റോബോട്ട്സ് വരാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു, വളരെ വൈഡ് ആയിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഒരുവിധം സെക്ഷനുകൾ, ഒരുവിധം സെക്ടേഴ്സ് മൊത്തം അങ്ങനെ എ ഐ വിത്ത് റോബോട്ടിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറച്ചായിരിക്കും സാധ്യത, മറ്റ് വിദേശങ്ങളിൽ വളരെ നല്ല രീതിയിൽ അത് കമ്പൈൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുവിധം ഈ കാലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാവും, അറിയാൻ പറ്റും. എ ഐയും റോബോട്ടിക്സും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഓർഡിനറി ബ്രെയിൻ, ഒരു സാധാരണ നമ്മളൊക്കെ അസംബിൾ ചെയ്ത് പഠിക്കുന്ന, നമ്മൾ പ്രോജക്റ്റുകൾക്ക് പഠിക്കുന്ന ഒരു റോബോട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രെയിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആർഡിനോ യൂനോ ആണ്. നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ആർഡിനോ യൂനോ R4 കൊടുക്കാം. ഇനി അതല്ല, വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് റാസ്ബെറി പൈ കൊടുക്കാം. അപ്പോൾ ഇത് മൂന്ന് തരം ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ബ്രെയിനുകളാണ് നമ്മൾ പിന്നെ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു റീജിയൻസ് എല്ലാം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മറ്റൊരു ബ്രെയിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ളത് നമ്മൾ എ ഐ കണക്ട് ചെയ്തതിൽ കൊടുത്തു കഴിയുമ്പോൾ ഇതിനോട് കൊടുക്കുന്ന ഒരു കമാൻഡ് അത് റിസീവ് ചെയ്ത് അത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ സമയത്ത് ആ എ ഐ വഴി ഇതിന് കിട്ടുന്ന ഡാറ്റ അത് റിയലൈസ് ചെയ്തിട്ട് ആ റിയൽ ടൈമിൽ അത് എങ്ങനെ അവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, അതായത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അത് റിയലൈസ് ചെയ്ത് സ്വയം ചിന്തിച്ചിട്ട് അത് വർക്ക് ചെയ്യും. അത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ കൂടാതെ, നമ്മുടെ കമാൻഡ്സിന് കാത്തു നിൽക്കാതെയോ, നമ്മുടേതായ ആ ഒരു ആദ്യം ഇത് നെക്സ്റ്റ് ഇത് അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിന് പകരം അവർ റിയലൈസ് ചെയ്ത് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതാത് ടാസ്കുകൾ ഏറ്റെടുത്ത് ചെയ്യും. ഒരു അല്പം ഡേഞ്ചർ വരാൻ സാധ്യത വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ റോബോട്ടിക്സ് വിത്ത് എ ഐ കമ്പൈൻഡായ അവസ്ഥയിലല്ല. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഹാർഡായിട്ടുള്ള ടാസ്കുകൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഹ്യൂമന് എത്രത്തോളം ബ്രില്യൻസ് ഉണ്ടോ, അതായത് ഹ്യൂമൻ എത്രത്തോളം കഴിയുമോ അത്ര തന്നെ ആ എ ഐക്ക് കഴിയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള എ ഐ ഒരു വീക്ക് എ ഐ ആണ്, അതായത് പവർഫുൾ അല്ല. അത് പവർഫുൾ ആവില്ല പെട്ടെന്ന് പവർഫുൾ ആവാൻ സാധ്യത ഈ പറഞ്ഞ കുറഞ്ഞ കാലാവധിക്കുള്ളിൽ ആവാൻ സാധ്യതയുള്ള ഒരു എ ഐ എന്ന് പറഞ്ഞാൽ ASI ആണ്, അതായത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ എത്രത്തോളം ഇപ്പോൾ ചെയ്യുന്നുള്ളത് എ ഐ അതിനെയും കടന്ന് ബിയോണ്ട് പോകുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻസ് നമുക്ക് വന്നാൽ എങ്ങനെയായിരിക്കും? അതാണ് സൂപ്പർ ഇൻ്റലിജൻസ് AI. അപ്പോൾ അതിനെ കുറച്ച് ചിലപ്പം നമ്മൾ പേടിക്കേണ്ടി വരും. അത് കുറച്ച് ഡേഞ്ചറസ് ആവാം, പറയാൻ പറ്റില്ല. അത് എൻ്റെ ബുദ്ധിക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ പഴയ ടെർമിനേറ്ററും ജനസിസൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. സത്യത്തിൽ അതാണ് സംഭവം. അതങ്ങനെ തന്നെ നമുക്ക് അതൊരു ഡേഞ്ചർ ആ ഒരു അവസ്ഥയിലേക്ക് അത് പോയ കാര്യമാണ് ആ ഫിലിമിലുള്ളത്. നമ്മൾ ഡേഞ്ചറായ ഒരു അവസ്ഥയിലേക്ക് പോവില്ല, അങ്ങനെ ആവില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് റോബോട്ടിക്സ് എന്നുള്ള ഒരൊറ്റ വേർഡ് പറയുകയാണെങ്കിൽ, ഈ കാലത്ത് അതിന് വലിയ പണിയൊന്നുമില്ല, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ഒരു വിഭാഗമാണ്. അതായത് റോബോട്ട്സ് ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും പ്രോഗ്രാം ചെയ്യുകയും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഓപ്പറേഷൻസും ആപ്ലിക്കേഷൻസും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, എഞ്ചിനീയറിംഗ് വിഭാഗമാണ് റോബോട്ടിക്സ്. അപ്പോൾ അതിൽ റോബോട്ട് എന്ന് പറയുന്നത് ആ വിഭാഗത്തിലുള്ള ആ ഡിസൈനിൽ പ്രോഗ്രാം ചെയ്തെടുത്ത് ഓട്ടോണോമസ്ലി അല്ലെങ്കിൽ സെമി ഓട്ടോണോമസ്ലി ആയിട്ട് നമുക്ക് പലതരം ടാസ്കുകൾ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ. അതേസമയം AI എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധിനെ മിമിക് ചെയ്യാവുന്ന, അതായത് നമ്മുടെ ബുദ്ധിനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ AI. അതായത് ഇപ്പോൾ ഈ സാധനം നോക്കി മനസ്സിലാക്കുക, ഇതിനെ പറ്റി കാര്യങ്ങൾ പറയുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു വിഭാഗമാണ്, ആ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ AI. പക്ഷേ AI റോബോട്ടാണെന്ന് വെച്ചാൽ റോബോട്ടല്ല. റോബോട്ട് ഒരു ഫിസിക്കൽ, മറ്റേത് ഫിസിക്കൽ അല്ല. ഇപ്പോൾ AIൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വിർച്വൽ അസിസ്റ്റൻറ്റ്, അതായത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു വെബ്സൈറ്റിലോ മറ്റോ കയറുമ്പോൾ നമുക്കൊരു റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ടാവും. അവിടെ ഏതാണ് നമുക്ക് ഇങ്ങനെയുള്ളതിന് സാധ്യത. അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഒരു കാലത്ത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, കമ്പൈൻ ചെയ്ത യഥാർത്ഥ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി റോബോട്ടും നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ ബുദ്ധി, ഇതൊക്കെ ഏറ്റവും മാറും.
ഇപ്പൊ എക്സാമ്പിൾ ഒരു റോബോട്ടിന് ഇതിനിപ്പോ ഇതൊരു റോബോട്ട് സെക്ഷൻ ആണ്. ഇതിനിപ്പോ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്നുകിൽ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് അത് റിയാക്ട് ചെയ്യും. അതായത് ഒന്നുകിൽ ബാക്കോട്ട് വരുന്നതോ അല്ലെങ്കിൽ മറ്റെന്താണോ അതിന് ടാസ്ക് കൊടുക്കുന്നത് ആ ടാസ്ക് അത് ചെയ്യും, അതിനപ്പുറത്തോട്ട് അതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് AI കണക്റ്റഡ് ആണെങ്കിൽ ആ AIൻ്റെ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇത് അവിടെ ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത്, അതിന് റിട്ടേൺ വരാം എന്നുള്ളത് സ്വയം ആ എൻവയോൺമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ഒരു കഴിവ് ഒരു മെഷീനിന് വരുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് AI പ്ലസ് റോബോട്ടിക്സ്. ഈ മെഷീനിന് ഇപ്പം നമ്മൾ മനുഷ്യരുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതിനാണ് ഈ NLP എന്ന് പറയുന്നത്, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. അപ്പോൾ ഇത് ഏതൊക്കെ ഫീൽഡിലാണ് ഇപ്പോൾ തൽക്കാലം വരാൻ ഫസ്റ്റ് സാധ്യതകളുള്ളത്? അത് ഫസ്റ്റ് ഇപ്പോൾ മാനുഫാക്ചറിങ് ഫീൽഡുകളിൽ, പിന്നെ വരുന്ന ഹെൽത്ത് കെയറിൽ, കൃഷി അഗ്രികൾച്ചർ വിഭാഗത്തിൽ, പിന്നെ മെയിനായിട്ട് ഡിഫൻസിൽ. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഏതാണ് വരാനുള്ളതെന്ന് വെച്ചാൽ അതാണ് ഹോം ഓട്ടോമേഷൻ. അതിൻ്റെ രണ്ടാമത് സാധ്യത നമ്മൾ ഉപയോഗിക്കാനുള്ള ഹെൽത്ത് കെയറിലായിരിക്കും. പിന്നെ മറ്റ് വിഭാഗങ്ങളിൽ അതാത് സാഹചര്യങ്ങൾ അനുസരിച്ചാണ് വരിക. ഇപ്പോൾ മാനുഫാക്ചറിങ് വലിയ ഫാക്ടറികളിലൊക്കെ ഇപ്പോൾ റോബോട്ട്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യുന്നത്. വലിയ ഫാക്ടറികളിൽ അത് സാധാരണ കോമൺ ആയിട്ടുള്ള ചെറിയ യൂണിറ്റുകളിലേക്ക് പോലും വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഹെൽത്ത് കെയറിലാണ് പറയുന്നതെങ്കിൽ ഏറ്റവും മെയിനായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള സർജറികൾക്കാണ് ഏറ്റവും ബെസ്റ്റ് റോബോട്ട്സ് നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള റോബോട്ട്സ്. ഏറ്റവും പ്രിസൈസ് സർജറി. കാർഷികത്ത് പറയുകയാണെങ്കിൽ ഈ നമ്മളെ പെസ്റ്റ് കൺട്രോൾ, അതുപോലെ മറ്റിൻ്റെയൊക്കെ വളത്തിൻ്റെ സാധ്യത, അത് മണ്ണിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന ആ വിത്തിൻ്റെ അല്ലെങ്കിൽ എന്താണോ നമ്മളവിടെ കൃഷി ചെയ്യപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി നിലവാരങ്ങൾ എന്തൊക്കെ അതിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യനെക്കാട്ടും ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടോ ചെയ്യാൻ റോബോട്ടിന് സാധിക്കും. ഡിഫൻസിൽ പിന്നെ പറയുകയാണെങ്കിൽ ഞാനില്ല, എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇത് ഹ്യൂമൻ റോബോട്ട് കൊളാബറേഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യത 2050 2035 ആ സമയത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ മാക്സിമം ഹ്യൂമൻ റോബോട്ട് കൊളാബറേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ AI റോബോട്ട്, ഇൻ്റലിജൻറ്റ് റോബോട്ട് വിത്ത് ഹ്യൂമൻ കൊളാബറേഷൻ വരും. ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ വർക്ക് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ ഓട്ടോമേറ്റ് ചെയ്യുന്നുള്ളത് 100%. എനിക്കിപ്പോൾ ഇനി വരാനുള്ള ഇപ്പം നിലവിലുള്ള എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിന് മൊത്തത്തിൽ എനിക്കിപ്പോൾ നേരിട്ട് എനിക്ക് വർക്ക് ചെയ്യാറിയാം. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടി വരും, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി വരിക എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പാർട്സ് അവൈലബിൾ ആക്കി വെച്ചാൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് അതിനകത്ത് അത് അസംബിൾ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും പെർഫെക്റ്റ് ആയിട്ട് അതിന് ചെയ്യാൻ പറ്റും. കാരണം അത് ചെയ്യുന്നത് മെഷീനാണ്. പ്രിസൈസ് എന്ന് പറഞ്ഞ സാധനം ഈ മെഷീൻ ചെയ്യുന്ന പോലെ മനുഷ്യന് അത്രയും സമയം എടുക്കും. അതിനെക്കാട്ടും എത്ര ഫാസ്റ്റായിട്ട് ആ പ്രിസൈസ് ചെയ്യാൻ മെഷീനിന് പറ്റും. അപ്പോൾ എന്തായാലും നമ്മളെ ഭാവിയിലുള്ള എല്ലാവർക്കും ഓട്ടോമേഷനായിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെത്തുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ കിച്ചൺ ഹൈ എൻഡ് കിച്ചൺ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ഡിവൈസും നമ്മളോട് കാര്യങ്ങൾ പറയും. ഫ്രിഡ്ജിൽ സംസാരിക്കും, TV സംസാരിക്കും, എന്തൊക്കെ ഡിവൈസ് ഉണ്ട് അതെല്ലാം നമ്മളോട് കാര്യങ്ങൾ പറയും. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് AI ആയിട്ട് റോബോട്ടിക്സുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വന്നാലുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഏജൻറ്റ് നമുക്ക് ഏറ്റവും പരിചയമുള്ള സാധനമാണ് ChatGPT. അപ്പോൾ ഈ ChatGPT എന്നുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനിക്ക് ആക്സസ് ഉള്ള ഒരു ലെവലുണ്ടല്ലോ, അതായത് ഫ്രീ വെർഷൻ, ഇപ്പോൾ ChatGPT 5, പിന്നെ അതിൻ്റെ പ്രീമിയം വെർഷൻ, അങ്ങനത്തെ ചില വെർഷൻസ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മാക്സിമം നമുക്ക് ആ ഫുൾ പവർ, മാക്സിമം പവർ, ആ കൊടുത്ത പേയ്മെൻറ്റിൻ്റെ പവർ മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ പവർ അതൊരു ബ്രെയിനാണ്. ആ ChatGPT പോലുള്ള ആ AI ബ്രെയിൻ നമുക്ക് ഒരു റോബോട്ടുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് പഴയ കുറച്ച് സെൻസേഴ്സൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും.